Welcome to semester 6, paper 3, classical optics, BSc Physics Main, 44th lecture. Today the topic is helium neon gas laser, helium neon gas laser, HNE laser, 44th lecture. അപ്പോൾ ഗ്യാസ് ലേസറിൻ്റെ ഒരു പടം നമ്മളൊന്ന് ആദ്യം വരക്കണം. ഗ്യാസ് ലേസർ അതിൻ്റെ എക്സാമ്പിളാണ് ഹീലിയം നിയോൺ ഗ്യാസ് ലേസർ. ആ പടം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഇവിടെ പടം തെളിയാനുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ നോക്കുക. ആ ട്യൂബാണ് കാണുന്നത്, ജി. ആ ലൈൻ അല്പം ഫെയിൻ്റായി പോയി. ജി ആണ് ട്യൂബ്, നീളത്തിൽ കേട്ടോ, നീളത്തിൽ വരക്കണം. അതിനകത്ത് 1 മില്ലിമീറ്റർ പ്രഷറിൽ മെർക്കുറി എടുത്തിരിക്കുകയാണ്. 1 മില്ലിമീറ്റർ പ്രഷർ മെർക്കുറി, ലോ പ്രഷറാണ്. ആ എടുത്തിരിക്കുന്ന ഗ്യാസ് HN എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് HN ഹീലിയം നിയോൺ ആണ് എഴുതിയിരിക്കുന്നത്. ആ ട്യൂബിൻ്റെ രണ്ട് സൈഡിൽ 2 മിറേഴ്സ് ഉണ്ട്, M1 M2 മിറേഴ്സ്. ഒരു കോൺകേവ് മിറർ പോലെ കാണിച്ചിട്ടുണ്ട് 2 സൈഡിൽ. പിന്നെ സപ്പോർട്ടിങ് സൈഡ്സ് ആണ്, സപ്പോർട്ടിങ് സൈഡ്സ്. പിന്നെ WW 2 ബെല്ലോസ് എന്ന് പറയും, ബെല്ലോസ്. ഈ ട്യൂബ് നമുക്കൊന്ന് ചെറുതായിട്ട് വളച്ചൊക്കെ എടുക്കാം. പിന്നെ ബെല്ലോസ് WW 2 അരികിലും കാണാം, മുകളിൽ താഴെയായിട്ട് ഇങ്ങനെ ബെല്ലോസ് WW, ബെല്ലോസ് എന്ന് പറയും, BLLOW. പിന്നെ ഈ ട്യൂബ് നമ്മൾ പമ്പിങ് നടത്തുന്നത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജിലൂടെയാണ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പമ്പിങ് ആണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക്കൽ പമ്പിങ് ആണ്. അപ്പോൾ അതിനൊരു പവർ സോഴ്സ് വഴി നമ്മൾ കറണ്ട് കൊടുക്കണം, വോൾട്ടേജ് കൊടുക്കണം. അതിൻ്റെ പടമാണ് താഴെ ഒരു ബോക്സ് കാണിച്ചിരിക്കുന്നത്, പവർ സോഴ്സ്. അപ്പോൾ ചിത്രം ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ട്യൂബ്, അതിനകത്ത് 1 മില്ലിമീറ്റർ മെർക്കുറി പ്രഷർ. ആ പ്രഷറിൽ ഹീലിയം നിയോൺ ഗ്യാസ് എടുക്കും. 2 സൈഡിലായിട്ട് 2 കോൺകേവ് മിററുണ്ട്. ഒരു സൈഡ് പിന്നെ സെമി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, സെമി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. ആ ലേസർ പുറത്തേക്ക് വരണം. പിന്നെ ട്യൂബിൻ്റെ 2 സൈഡിൽ ബെല്ലോസ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ട്യൂബിലെ ഒന്ന് അതിൻ്റെ ഓറിയൻറ്റേഷൻ അല്പം ചെറുതായിട്ട് മാറ്റാം. പിന്നെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടത്താൻ വേണ്ടി താഴെ ഒരു പവർ സോഴ്സ് ഉണ്ട്. സൈഡിൽ എഴുതിയിരിക്കുന്നത് M1 M2 മിറേഴ്സ്, G ഗ്ലാസ് ട്യൂബ്. പിന്നെ PS, താഴെ കാണുന്ന PS പവർ സോഴ്സ്, W ബെല്ലോസ്, BLLOW മടക്കുകൾ എന്ന് പറയും. പഴയ ക്യാമറയ്ക്ക് മടക്കുകളില്ലേ, അതുപോലെ ഫോൾഡിങ്സ് നാർസ്. അപ്പോൾ എന്താണ് ഈ ഗ്യാസ് ലേസർ? നമുക്ക് നോക്കാം. ഗ്യാസ് ലേസർ ഹീലിയം നിയോൺ ഗ്യാസാണ്. റൂബി ലേസർ ഈസ് ഇൻ്റർമിറ്റൻറ്റ്, ഇടവിട്ടാണെന്ന്. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ലേസർ ബീം റൂബി ലേസറിന് തരാനാവില്ല. അത് ഇൻ്റർമിറ്റൻ്റ് ആണ്, ഇടവിട്ടാണ്. ആര് നോട്ട് എഫിഷ്യൻറ്റ്, അത്ര എഫിഷ്യൻറ്റും അല്ല. സോ ടു ഗിവ് എ കണ്ടിന്യൂസ് എമിഷൻ ഓഫ് ലേസർ, ദ ഹീലിയം നിയോൺ ലേസർ ഈസ് യൂസ്ഡ്. അപ്പോൾ ലേസറിൻ്റെ ഒരു കണ്ടിന്യൂസ് എമിഷന് നമ്മൾ ഗ്യാസ് ലേസറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗ്യാസായിട്ട് ഹീലിയം നിയോൺ കൂടി ഒരു മിക്സ്ചറാണ് ഉപയോഗിക്കുന്നത്. ദ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് or quartz tube in containing a mixture of helium and neon. Helium and neon, first off. M1 and M2 are 2 mirrors. M1 is fully silvered and M2 is partially silvered. ആ 2 മിറേഴ്സിൽ M1 ഫുള്ളി സിൽവേർഡ് ആണ്, M2 പാർഷ്യൽ സിൽവേർഡ് ആണ്. കാരണം അതിലൂടെയാണ് ലേസർ പുറത്തേക്ക് വരുന്നത്. പാർഷ്യലി സിൽവേർഡ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഈസ് യൂസ്ഡ് ടു എക്സൈറ്റ് ദി ആറ്റംസ്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ പമ്പിങ്ങിന് വേണ്ടി ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ് ഉപയോഗിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ഹീലിയം ആറ്റംസ് ആർ എക്സൈറ്റഡ് ബൈ കൊളീഷൻ ബിറ്റ്വീൻ ഹീലിയം ആറ്റംസ്. നിയോൺ ions are excited and thus population inversion is achieved and thereby lasing action takes place. ഇപ്പോൾ ഇവിടെ ഈ 2 മീഡിയമാണ്, ഹീലിയവും നിയോണും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹീലിയത്തിന് എനർജി കിട്ടും, അത് നിയോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹീലിയം ഈസ് ദ പമ്പിങ് മീഡിയം ആൻഡ് നിയോൺ ഈസ് ലേസിംഗ് മീഡിയം. ഇപ്പോൾ ലേസർ തരാനായിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ ബാധകമാകുന്നത് നിയോണിനാണ്. പക്ഷെ അത് എനർജി കൊടുക്കുന്നത്
ഹീലിയം ആറ്റംസ് ആയിരിക്കാം, ആറ്റംസാണ്. ഹീലിയം ആറ്റംസാണ് ആദ്യം പമ്പിങ്ങിന് വിധേയമാകുന്നത്. ആ കിട്ടുന്ന എനർജി നിയോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിന് നമ്മൾ എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ, റെസോണൻറ്റ് എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഹീലിയം ഈസ് ദി പമ്പിംഗ് മീഡിയം ആൻഡ് നിയോൺ ഈസ് ദി ലേസിംഗ് മീഡിയം. The output is unidirectional, monochromatic and continuous laser beam. Continuous laser beam. ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രമാണ്. എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ ഇത് ലൈൻസ് അല്പം തെളിയാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹീലിയം നിയോൺ ലേസർ. 3 ലെവൽ ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. 1s ലെവൽ, 2s ലെവൽ, 3s ലെവൽ. ഇപ്പുറത്തും കാണിച്ചിട്ടുണ്ട്. താഴെ 2s ലെവൽ, 3p ലെവൽ, 2s ലെവൽ, 3p ലെവലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെ എക്സൈറ്റേഷൻ ലെവലാണെന്ന് ചോദിച്ചാൽ ഇത് ഹീലിയത്തിൻ്റെ എക്സൈറ്റേഷൻ ലെവലാണ്. അതിനൊപ്പം തന്നെ നിയോണിൻ്റെയും. കാരണം ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും എനർജി ലെവൽസ് ആൾമോസ്റ്റ് സെയിമാണ്. നിയോണിന് കിട്ടുന്ന എനർജി റെസൊണൻ്റ് എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ മൂലം, കൊളീഷൻ മൂലം നിയോണിന് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ട്രാൻസിഷൻ 3 തരത്തിലാണ് നടക്കുന്നത്. 3 തരം ലേസറാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ആ ടോപ്പിൽ കാണുന്ന 3s നിന്ന് 3pയിലേക്ക് അവിടെ ഒരു 24,000 23,000 23,000 ആങ്സ്ട്രോമാണ്. പിന്നെ താഴെ ഒരു ലേസറുണ്ട്, 6328 ലേസർ. അത് 3s നിന്ന് 2pയിലേക്കാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അത് 6328 ആങ്സ്ട്രോമാണ്. പിന്നെ ഒരു ഏറ്റവും ശക്തമായൊരു ലേസറുണ്ട്, 11500 ആങ്സ്ട്രോം. നിങ്ങൾ സംഖ്യകൾ വായിക്കാൻ പറ്റുമോ നോക്കുക. ചിത്രം തെളിച്ച് വരച്ചാൽ മതി, ഞാനൊന്ന് പറഞ്ഞു തരാം. 3s നിന്ന് 3pയിലേക്ക് 23,400 ആങ്സ്ട്രോം. പിന്നെ 3s നിന്ന് 2pയിലേക്ക് 6328 ആങ്സ്ട്രോം. 2s നിന്ന് 2pയിലേക്ക് 11,500 ആങ്സ്ട്രോം. അപ്പോൾ ഇതാണ് 3 വേവ് ലെങ്ത്. ഇതിൽ 11,500 ആണ് ഏറ്റവും സ്ട്രോങ് എന്നാണ് പറയുന്നത്. താഴെ കാണുന്ന ഗ്രൗണ്ട് ലെവൽ, ജി ഗ്രൗണ്ട് ലെവലാണ്. ഇത് ഹീലിയത്തിനും നിയോണിൻ്റെ ലെവലുകളാണ്. അവ രണ്ട് ആൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഈ റൂബി ലേസറിൽ നമ്മൾ ഇപ്പോൾ വരച്ചതാണ്. അപ്പോൾ ആ ഡയഗ്രത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. The helium neon laser energy level diagram is shown in the figure. The metastable levels of neon have the same energies as the 2s and 3s levels of helium. That is the point. നിയോണിൻ്റെ മെറ്റാസ്റ്റബിൾ സ്റ്റേറ്റ്, ഹയർ സ്റ്റേറ്റ്, അത് ഈ ഹീലിയത്തിൻ്റെ 2s 3s സ്റ്റേറ്റുമായിട്ട് ഐഡൻറ്റിക്കലാണ്. ദ ലൈഫ് ടൈം ഓഫ് electrons, that we read as electrons. The lifetime of electrons on these levels are high. There will be a resonant energy exchange. That is a point that is underlined. There will be a resonant energy exchange between the levels of helium and neon. Helium and neon. And the levels helium and the helium and the 2s and 3s levels of neon. Hence, population inversion. Population inversion of neon levels increases
The electronic transition in the neon atoms causes laser emission. The purpose of helium is to enhance the excitation process. The purpose of helium is to enhance the excitation process. The neon energy levels needed for lasing action are shown in the figure. The emission between 2s and 2p level is the strongest. 2s and 2p level, അതാണ് നമ്മൾ 11500 എന്ന് പറഞ്ഞിരിക്കുന്നത്. Strongest. The other transitions are also possible. They are also shown in the figure. അപ്പം ഈ ഹീലിയം ലേസറിന് അഡ്ജസ്റ്റബിൾ ലേസറാണ്. നമുക്ക് 3 തരം ലേസർ, ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് പോകാം, ഇഷ്ടബിൾ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ആ ലാസ്റ്റ് ഇരിക്കുന്ന 11500 അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്താണ് ഹീലിയം നിയോൺ ഗ്യാസ് ലേസറിലെ. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഹീലിയം നിയോൺ ലേസർ, ഗിവ് ദ എനർജി ലെവൽ ഡയഗ്രാം. എക്സ്പ്ലെയിൻ ദ ഗ്യാസ് ലേസർ എന്ന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ഗ്യാസ് ലേസർ ആൻഡ് ഗിവ് എനർജി ലെവൽ ഡയഗ്രാം, ഓർ എക്സ്പ്ലെയിൻ ദി HNE ലേസർ ആൻഡ് ഗിവ് energy level diagram. That's a question. Now we study another laser. That is the third laser we are studying. We have to study 4 lasers. One more is coming. Number 3, dye laser. DYE, dye laser. The major constraint of lasers is that laser wavelength is fixed. This constraint is removed by using dye laser. അപ്പോൾ ഈ ലേസറുകളിലെ ഒരു പ്രധാനപ്പെട്ട പ്രയാസം നമുക്ക് ഒരു വേരിയബിൾ വേവ് ലെങ്ത് ലേസർ കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റൂബി ലേസർ പഠിക്കുകയാണെങ്കിൽ അവിടെ 6943 ആങ്സ്ട്രം അത് മാത്രമേ ഉള്ളൂ. അത് കണ്ടിന്യൂസ് അല്ല, ഇൻ്റർമിറ്റൻ്റ് ആണ്, അത്ര സ്ട്രെങ്ത് ഉള്ളതുമല്ല. HNE ലേസർ നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്, പക്ഷേ അതിന് 3 വേവ് ലെങ്ത് ഉണ്ട്. 3 വേവ് ലെങ്ത്. ആ 3 വേവ് ലെങ്ത് അല്ലാതെ വേറൊരു വേവ് ലെങ്ത് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഓൺലി 3 വേവ് ലെങ്സ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. എന്നാൽ ഡിസൈഡ് വാല്യൂ, നമുക്ക് ആവശ്യമുള്ള വാല്യൂ, ലേസറിൻ്റെ ഡിസൈഡ് വാല്യൂ കിട്ടണമെങ്കിൽ അത് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ലേസർ ആയിരിക്കണം. അത്തരം ലേസറാണ് ഡൈ ലേസർ എന്ന് പറയുന്നത്. ഡൈ ലേസർ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇത് മേജർ കൺസ്ട്രെയിൻ്റ്, പ്രധാനപ്പെട്ട ഒരു തടസ്സം, ഒരു മാർക്കം, പ്രയാസം, അത് ലേസർ ഈ വേവ് ലെങ്ത് ഫിക്സ്ഡ് ആണെന്നുള്ളതാണ്. അത് മാറ്റി ഒരു വേരിയിങ് വേവ് ലെങ്ത് ലേസർ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാൽ ഡൈ ലേസർ ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ മാത്രമേ നമുക്കുള്ളൂ, അല്ലാതെ എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ അപ്പാരറ്റസ് ഒന്നും ഇല്ല. ഓൺലി എ പ്രിൻസിപ്പിൾ ഇൻ സിലബസ്. അപ്പോൾ ഈ ഡൈ ലേസറിൻ്റെ ഒരു എനർജി ലെവൽ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈ ലേസറിൻ്റെ എനർജി ലെവൽ താഴെ മുകളിലായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് എസ് സ്റ്റാർ എന്ന 2 ലെവലാണ് കാണിച്ചിരിക്കുന്നത്. എസ് സ്റ്റാർ, എസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ താഴെ എസ്, മുകളിലത്തെ എക്സൈറ്റഡ് എസ് സ്റ്റാർ. ആ എസ് സ്റ്റാറിൽ നമ്മൾ S1 S2 S1 സ്റ്റാർ, S2 സ്റ്റാർ, എക്സെട്ര, അങ്ങനെ S1 സ്റ്റാർ വരെ മുകളിൽ ചെയ്തിട്ടുണ്ട്. താഴെ എസ് സ്റ്റേറ്റ് ആണ്. എസ് സ്റ്റേറ്റ് S12 S22 SN വരെ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് പോലെ കാണിച്ചിട്ടുണ്ട്. അത് TN സ്റ്റാർ ആണ്. TN സ്റ്റാർ, T1 സ്റ്റാർ ടു TN സ്റ്റാർ, മൊത്തം നമ്മൾ T സ്റ്റാർ എന്ന് പറയും, ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇതാണ് ഡൈ ലേസറിലെ എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ മുകളിൽ നിന്ന് പിന്നെ TN സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ ഉണ്ട്. അത് റേഡിയേഷൻലെസ് ട്രാൻസിഷനാണ്. TN സ്റ്റാറിൽ നിന്ന് താഴോട്ട് SNലേക്ക്, S സ്റ്റാറിലേക്ക്, T സ്റ്റാറിൽ നിന്ന് S സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ ഉണ്ട്. അതാണ് ട്യൂണബിൾ ലേസർ. കാരണം ഈ T സ്റ്റാർ തന്നെ പല ലെവലുണ്ട്, S സ്റ്റാർ തന്നെ പല ലെവലുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഫ്രീക്വൻസി ഉള്ള ലേസർ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. Dye lasers use organic dyes as the active medium for lasing action.
ഓർഗാനിക് ഡൈസാണ്, ചായ എന്നൊക്കെ പറയും, ഓർഗാനിക് ഡൈസാണ് നമ്മൾ ഡൈ ലേസറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഈസ് റൊഡാമൈൻ 60 ഇൻ മെഥനോൾ സൊല്യൂഷൻ. റൊഡാമൈൻ RHODAMINE, റൊഡാമൈൻ 60 RG60 ഇൻ മെഥനോൾ സൊല്യൂഷൻ. മെഥനോൾ സൊല്യൂഷനിൽ കലക്കിയെടുത്ത റൊഡാമൈൻ 60 എന്ന് പറയുന്ന ഒരു ഡൈ ആണ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുക. The output laser wavelength is continuous or tunable. നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ലേസർ കണ്ടിന്യൂസ് ആണ്, ട്യൂണബിൾ ആണ്. ദി എനർജി ലെവൽ ഡയഗ്രാം of dye laser is shown in the figure. A flash lamp can be used for optical pumping of the dye. Three level represents the ground state and it is S level. S level represents the ground state and S star represents the upper band. The lower band and upper band are further divided into sublevels. The metastable state T star is also subdivided. The transition from T star to S levels results in the production of dye laser. അപ്പോൾ നമ്മൾ പറഞ്ഞത് S star, മെറ്റാസ്റ്റേബിൾ C star, അത് രണ്ട് സബ് ലെവലായിട്ട്, അതിൽ എല്ലാം സബ് ലെവലാണ്. അപ്പോൾ ടി സ്റ്റാറിൽ നിന്ന് എസിലേക്കുള്ള ട്രാൻസിഷൻ ലേസർ വരുന്നത്. ഈ ടി സ്റ്റാറിന് പല സബ് ലെവൽ ഉള്ളതുകൊണ്ട് പല വേവ് ലെങ്തിലുള്ള ലേസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ഡൈ ലേസർ. അപ്പോൾ ഇതിലൂടെ നമ്മൾ 3 തരം ലേസർ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് റൂബി ലേസർ, രണ്ടാമത്തത് ഹീലിയം നിയോൺ ഗ്യാസ് ലേസർ, മൂന്നാമത്തെ ഡൈ ലേസർ. അടുത്ത ലേസർ നമുക്ക് പഠിക്കാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.